ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് കൃഷിപ്പണി കണ്ടാലോ. ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നൊരു തെങ്ങാണ് കേട്ടോ. അത് കായ്ച്ചു, പക്ഷെ അതിനൊരു ഉണർവ് ഉന്മേഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വളം ഇടാമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ പോയി വളം വാങ്ങിക്കൊണ്ട് വന്നു. അതിന് അവർ പറഞ്ഞ ആദ്യം തെങ്ങിൻ്റെ ചൂട് നനയ്ക്കണം, എന്നിട്ട് ചെറുതായിട്ടൊരു തടം പോലെ എടുക്കണം, എന്നിട്ട് വേണം വളം ഇടാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ തെങ്ങിൻ്റെ വീട്ടിലൊരു ശകലം മണ്ണില്ല. മണ്ണുണ്ടെങ്കിലല്ലേ നമുക്ക് അതിനകത്ത് വളം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ആ ചുറ്റുവട്ടത്തും കണ്ട കല്ലെല്ലാം പെറുക്കി അതിൻ്റെ ചുറ്റിനും വെച്ച് ഞാൻ ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ തടമൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ ആ വളം ഇടുക. ഇതാണ് ആ വളം. അതായത് എന്തൊക്കെ ചേർന്നിട്ടുള്ളതെന്ന് ഞാൻ പറയാം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ബയോ പൊട്ടാഷ്, മൈക്രോ ന്യൂട്രിയൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജൈവവളമാണ് കേട്ടോ. ഇത് തെങ്ങിന് മാത്രമല്ല, വിളവെടുക്കുന്ന എല്ലാ ഇതിനും, അതായത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും വിളവെടുക്കുന്ന എല്ലാത്തരം വിളകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത്യുത്തമമാണെന്നാണ് അതിൻ്റെ കവർമേ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ തെങ്ങിൻ്റെ ചുവട്ടിലെല്ലാം തടവെടുത്തു, വെള്ളം ഒഴിച്ചു. എന്നിട്ട് വീണ്ടും നമുക്ക് വളം ഇട്ടതിന് ശേഷം ആ വളം മറയ്ക്കുക, മണ്ണ് കൊണ്ട് നമ്മൾ അത് മൂടിയിട്ട് വീണ്ടും ഒന്നും കൂടി വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ പരിപാടി പൂർത്തിയാവും കേട്ടോ. അടുത്തത് ഇനി എൻ്റെ ചെടിക്ക് വളമിടുന്ന ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇനി അടുത്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ ചെടിക്ക് വളമിടുന്ന അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.